ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് തന്നെയാണ് ഹരി രക്ഷപ്പെട്ടത്. ആ ഒരു ഓട്ടോ കത്തി നശിച്ചുവെങ്കിലും ആ തീ അണയ്ക്കുന്നതിൻ്റെ ഇടയിൽ നല്ലതുപോലെ ഹരിക്ക് പൊള്ളലേറ്റു. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഹരിയുടെ ജീവൻ തന്നെ ആപത്തായിട്ട് മാറിയേനെ. എന്നാൽ പെട്ടെന്ന് സേതു രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഹരിയെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. എന്നാൽ ഇത് കേസാക്കിയിട്ടുണ്ട് സേതുവും പല്ലവിയും കൂടി. അതും കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ നിരഞ്ജന മാഡം. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ നമ്മുടെ ഹരി ഹോസ്പിറ്റലിൽ അത്ര നല്ലപോലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ജീവൻ ഇപ്പോൾ വലിയ ആപത്തിലൊന്നും അല്ല, രക്ഷപ്പെട്ടു. എങ്കിൽ പോലും ദേഹത്ത് ഒരുപാട് പൊള്ളലേറ്റത് കൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. എന്നാൽ ഹരിക്ക് ഇപ്പോഴും വിഷമമാണ്. താൻ അത്രത്തോളം കഷ്ടപ്പെട്ട് വാങ്ങിച്ച തൻ്റെ ഓട്ടോയാണ്. ആ ഓട്ടോ കത്തി നശിച്ചതിൻ്റെ വേദനയിലാണ് ഹരി ഇപ്പോഴും. ആ സങ്കടം അച്ചുവിനോടും പല്ലവിയോടും സേതുവിനോടൊക്കെ ഹരി പറയുന്നുണ്ട്. താൻ അത്രത്തോളം ആഗ്രഹിച്ച ഓട്ടോയാണ്, ആ ഓട്ടോ കത്തി നശിച്ചതിന്റെ വേദനയാണ് എനിക്ക് എന്നൊക്കെ പറയുമ്പോഴും സേതു തിരിച്ചു ചോദിച്ചു, നീ ഇപ്പോൾ എടുത്തു ചാടി ആ ഒരു കാര്യം, ആ ഒരു തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ പെട്ടെന്ന് ഞാൻ അവിടെ ഇടപെട്ട് നിന്നെ രക്ഷിച്ചത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചേനെ, മുഴുവൻ കത്തിപ്പിടിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ, അച്ചുവിനല്ലേ നഷ്ടമാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹരിയെ സേതു വഴക്ക് പറഞ്ഞു. അപ്പോൾ അച്ചു തന്നെ പറഞ്ഞു, സേതുവേട്ടൻ ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഞാൻ തന്നെ ഇവിടെ ഹരിയെ നോക്കാനായിട്ട് നിന്നോളാം. സേതുവേട്ടനും പല്ലവി ചേച്ചി അങ്ങ് വീട്ടിൽ പൊക്കോ, കുഴപ്പമില്ല, ഇവിടെ നിൽക്കണ്ട, ഞാൻ നിന്നോളാം, നാളെ രാവിലെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അച്ചു അവരെ പറഞ്ഞു വിടുവാണ്. ഈ സമയത്തും ഹരിയുടെ വേദന താൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത ഓട്ടോയാണ്. അത് ഇത്രയും എന്നോടുള്ള വൈരാഗ്യം ആ ഓട്ടോ കത്തി നശിപ്പിക്കേണ്ടതാ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹരിയുടെ തൻ്റെ വേദന പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സേതുവും പല്ലവിയും പോകുമ്പോഴും പിന്നാലെ അച്ചു പോയിട്ട് പല്ലവിയോടും സേതുവിനോടും പറഞ്ഞ കാര്യം, ഈ ഓട്ടോ, ഹരിയുടെ ഓട്ടോ കത്തി നശിക്കാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ഞാൻ ആ ഒരു ഓട്ടോയിൽ ഒട്ടിച്ച അന്ന് തന്നെയാണ് ഹരിയുടെ ഓട്ടോ കത്തി നശിച്ചിരിക്കുന്നത്. എനിക്ക് അതാണ് അത്രയും വേദന. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണോ കളിച്ചത് അവരെ ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരണം. അത് ആരാണെങ്കിലും എന്താണെങ്കിലും അത് ആ സത്യം അറിഞ്ഞേ മതിയാകൂ എന്നാണ് അച്ചു പല്ലവിയോട് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ സേതുവിന് ഒരു ഫോൺ കോൾ വന്നപ്പോൾ സേതു പുറത്തോട്ട് പോയി. ഈ സമയത്ത് പല്ലവിയോട് അച്ചു പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ. പക്ഷെ പൂർണിമാമയാണ് ഈ ഒരു ഓട്ടോ കത്തി നശിപ്പിച്ച് കളയും, ഈ ഒരു ഓട്ടോ ഇവിടെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ അമ്മയാകണം എന്ന് എനിക്ക് ഉറപ്പില്ല, അമ്മ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ മറ്റാരും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് അച്ചുവിന് നല്ലതുപോലെ ഉറപ്പാണ്. ഇതിന്റെ ഇടയിലും പല്ലവി മറ്റൊരു കാര്യം കൂടി അച്ചുവിന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഹരിക്കെന്ന് പറയുമ്പോൾ അത്രത്തോളം വേദനയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വിവാഹം തന്നെ ഹരിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. ഇത്രയും വലിയൊരു വീട്ടിൽ നിന്നും പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഹരി തയ്യാറല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഓട്ടോയും കൂടി കത്തി നശിച്ച സ്ഥിതിക്ക് ഹരിക്ക് ഒരുപാട് പേടിയുണ്ട്. ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തി ഹരിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനായിട്ട് അച്ചു ശ്രമിക്കണം. ഹരിക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഈ ഒരു അവസരം മുതലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ചുവിനെ ഹരി സ്നേഹിച്ചു തുടങ്ങും, തൻ്റെ ഭാര്യയായിട്ട് പൂർണ്ണമായിട്ട് ഹരി അംഗീകരിക്കും എന്നൊക്കെ പല്ലവി പറഞ്ഞു. അതെല്ലാം കേട്ട് അച്ചു അകത്തോട്ട് പോയെങ്കിൽ പോലും പല്ലവിയുടെ മനസ്സിൽ ചെറിയൊരു സംശയമുണ്ട്. അങ്ങനെ തിരികെ പൊന്നുമടത്തിലേക്ക് പല്ലവിയും സേതുവും തിരികെ പൊന്നുമടത്തിലേക്ക് വരുവാണ്. അങ്ങനെ രാവിലെ തന്നെ ഫോറൻസിക് സർജൻ വന്നു. ഫോറൻസിക് ആൾക്കാരും പോലീസും എല്ലാം, അത് ഫോറൻസിക് അല്ല, നമ്മുടെ നിരഞ്ജന മാഡവും പോലീസുകാരും എല്ലാവരും വന്നു. അങ്ങനെ ആ ഒരു സ്ഥലവും എല്ലാം നിരീക്ഷിച്ചു, കത്തിയ ഓട്ടോ എല്ലാം നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരെ പൊന്നുമടത്തിലേക്കാണ് പോലീസുകാർ പോയത്. കോളിംഗ് ബെല്ലടിച്ചു. ഉടനെ തന്നെ ഋതു ആണ് കതവ് വന്ന് തുറന്നത്. പോലീസിനെ കണ്ട പാടെ തന്നെ ഋതു ഭയങ്കരമായിട്ട് ഷോക്കായി. അപ്പോൾ ഋതു പേടിച്ചത് നിരഞ്ജന പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഋതുവിന്റെ മനസ്സിലുണ്ടെന്ന് നിരഞ്ജനയ്ക്ക് നല്ലതുപോലെ മനസ്സിലായി. അകത്തോട്ട് പോയിട്ട് പൂർണിമയെയും സ്വാതിയെയും ഋതുവിനെയും മാറി മാറി നിരഞ്ജന നോക്കി. മാത്രമല്ല, നിങ്ങൾക്ക് 3 പേർക്കും മാത്രമാണ് ഹരിയോട് ശത്രുതയുള്ളത്. ഈ ഓട്ടോ ഇവിടെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾ 3 പേരും തന്നെയാണ്.
അപ്പൊ നിങ്ങളിൽ 3 പേരിൽ ആരോ ഒരാളാണ് ഇതിന് പിന്നില് എന്ന് നിരഞ്ജനയ്ക്ക് ഉറപ്പായി. എന്നാൽ അത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുമ്പോഴും അവിടെ പൂർണിമയോ സ്വാതിയോ ഋതുവോ സമ്മതിച്ചില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പൂർണിമ. കാരണം പൂർണിമയ്ക്ക് അറിയാലോ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ അവിടെ തെറ്റ് ചെയ്തത് ഋതുവാണ്. ഋതു തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് പോലും സ്വാതി അത് കാട്ടിക്കൊടുക്കാനായിട്ടും തയ്യാറായിരുന്നില്ല. പിറ്റേ ദിവസം തന്നെ ഫോറൻസിക് സർജനെ കൊണ്ടുവരുമെന്നും അങ്ങനെ അവർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കത്തില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്ത ആളെ ഞാൻ പിടികൂടും, ചെയ്ത ആളെ പിടികൂടി കഴിഞ്ഞാൽ യഥാർത്ഥ ആളിലേക്ക് എത്താനായിട്ട്, യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്താനായിട്ട് നിമിഷ നേരം മാത്രം മതി എന്ന് പൂർണിമ പറയുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നിരഞ്ജന പോയി. പൂർണിമയും ഒരു ആത്മവിശ്വാസമാണ്, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് പൂർണിമയുടെ നിലപാട്. പക്ഷെ പൂർണിമയുടെ ആ ഒരു സംസാരം കണ്ടപ്പോഴും സ്വാതിക്കും ഋതുവിനും ഭയങ്കര ഒരു ടെൻഷനായി. ഒന്നാമത്തെ കാര്യം, പൂർണിമയ്ക്ക് ഉറപ്പാണ് താനൊരു തെറ്റും ചെയ്തിട്ടില്ല. മാത്രമല്ല തൻ്റെ മക്കളും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പൂർണിമയ്ക്ക് ചെറിയൊരു ഉറപ്പുണ്ട്. പക്ഷെ സ്വാതിക്കും ഋതുവിനും മാത്രമേ അറിയാവൂ ഇതിന്റെ പിന്നിൽ കളിച്ചത് ഋതുവാണ് എന്ന് സ്വാതിക്ക് മാത്രമേ അറിയാവൂ. പൂർണിമ പോയതിനു ശേഷവും സ്വാതി ഋതുവിനോട് പോയി ചോദിച്ച ഒരു കാര്യമുണ്ട്, ഇതിന്റെ പേരിൽ അമ്മ പിടിക്കപ്പെടുമോ, അമ്മയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന് ഋതുവിനോട് സ്വാതി ചോദിച്ചെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെ ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്ന് സ്വാതിയോട് ഋതു പറഞ്ഞുവെങ്കിലും ഋതുവിനറിയാം താൻ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പൂർണിമയുടെ ഫോൺ അടിച്ചു മാറ്റി അതിൽ നിന്ന് കോൾ ചെയ്ത് ആ ഒരു ഫോണിൽ നിന്ന് തന്നെ പൈസ ഋതു അയച്ചു കൊടുത്തത് എന്ന് അവിടെ ഋതുവിന് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് തിരികെ പല്ലവിയും സേതുവും കൂടി തിരികെ പൊന്നുമടത്തിലേക്ക് എത്തുന്ന ടൈമിൽ അവർ പകുതിക്ക് വെച്ച് ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ആ സമയത്തും പല്ലവിയുടെ മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങളുണ്ട്. അത് സേതുവുമായിട്ട് പല്ലവി പങ്കുവയ്ക്കുകയും ചെയ്തു. എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് പല്ലവി പറയുമ്പോഴും സേതുവിന് അറിയാം. കാരണം പല്ലവിക്കും സേതുവിനും അറിയാം ഇതിന്റെ പിന്നിൽ ഋതുവാണോ കളിച്ചത് എന്ന് നല്ലതുപോലെ അറിയാം. കാരണം അത്രത്തോളം ശത്രുതയുള്ള ആളാണ് ഋതു. അങ്ങനെ ശത്രുത ഉള്ളത് കൊണ്ട് മാത്രമാണ് ഹരി അച്ചുവിന്റെ ആ ഒരു വിവാഹത്തിൽ അന്ന് ഹരിയുമായിട്ടുള്ള വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിട്ട് പോലുമില്ല. നിഖിലും അച്ചുവിന്റെ വിവാഹമാണ് ഉറപ്പിച്ചിരുന്നത്. എന്നാൽ തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട്, സേതുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സഹോദരിയുടെ വിവാഹം പോലും മുടക്കാനായിട്ട് തീരുമാനിച്ച ആളാണ് ഋതു. അങ്ങനെയുള്ള ഋതു ഉറപ്പായിട്ടും ഹരിയുടെ ഓട്ടോയും കത്തിക്കും എന്ന് പല്ലവിക്കും സേതുവിനും നല്ല സംശയമുണ്ട്. പക്ഷെ അതിനൊരു തെളിവ് വേണം. തെളിവിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. അങ്ങനെ തിരികെ പൊന്നുമടത്തിലേക്ക് എത്തി. പൊന്നുമടത്തിൽ എത്തിയ സമയത്ത് അവിടെ ഋതുവും സ്വാതിയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവര് ഉടനെ തന്നെ പല്ലവിയോടും സേതുവിനോടുമായിട്ട് ചോദിക്കുന്നുണ്ട് ഹരിയുടെ വിശേഷങ്ങൾ, ഹരിയുടെ ഇപ്പോഴത്തെ നിലയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അത്ര പ്രശ്നമൊന്നുമില്ല, ഒരുപാട് പൊള്ളലേറ്റിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ ഒരു അവർക്ക് ചെറിയൊരു സംശയം എന്ന് പറയുമ്പോൾ, സേതുവിനും പല്ലവിക്കും ചെറിയൊരു സംശയം എന്ന് പറയുമ്പോൾ, ഈ ഒരു തീ അണയ്ക്കാനായിട്ട് നോക്കിയ സമയത്താണ് അവിടെ ഹരിക്ക് ഒരുപാട് പൊള്ളലേറ്റത്. എന്നാൽ ആ പൊള്ളലേറ്റതിന്റെ പിന്നിലും ഈ ശത്രുക്കളാണോ, ഇത് തീ കത്തിക്കാനായിട്ട് നോക്കിയ ശത്രുക്കളാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഋതുവും സ്വാതിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ പല്ലവിയോടും സേതുവിനോടും സംസാരിച്ചു. എന്നാൽ ഋതുവിന്റെയും സ്വാതിയുടെയും സംസാരത്തിൽ നിന്നും തെറ്റ് ചെയ്തത് ഇവരാണെന്നുള്ള ചെറിയ ചെറിയ സംശയങ്ങളും കൂടി അവിടെ സേതുവിനും പല്ലവിക്കും കിട്ടി. എന്നാൽ ഇതിന്റെ ഇടയിലും ഹരിയും അച്ചുവും ഒരിക്കലും വിവാഹം കഴിക്കാനായിട്ട് പാടില്ല, അവരെങ്ങനെയെങ്കിലും തകരണം, അവരുടെ ബന്ധം തകരണം, ഹരി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, ആ ഒരു ചിന്ത മാത്രം തന്നെയായിരുന്നു എനിക്കും. എന്നാൽ ഇതിന്റെ പിന്നിൽ ഞാൻ ഒരിക്കലും കളിച്ചിട്ടില്ല എന്നും, പിന്നെ മനഃപൂർവ്വം എന്റെ അച്ഛൻ്റെ ജീവിതം തകർത്തത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൂടി ഋതുവും സ്വാതിയും കുറ്റപ്പെടുത്തി. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഋതുവാണ് ഇതിന്റെ പിന്നിലെന്ന് ആ ഒരു സത്യം തിരിച്ചറിയാനായിട്ട് സേതുവിനും പല്ലവിക്കും എല്ലാവർക്കും സാധിക്കുമോ? അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.